എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് പൈസ കൊടുത്തിട്ട് ആൾക്ക് പോട്ടെ. അപ്പം ഇനി അടുത്ത പണി തേങ്ങ പൊളിക്കുക, വെട്ടുക, കൊപ്രയാക്കുക, മില്ലിൽ കൊണ്ടുപോവുക, വെളിച്ചെണ്ണയാക്കാം. അപ്പോൾ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലൊക്കെ നോക്ക്, മുല്ലപ്പൂ നോക്കടാ, മോളില് നോക്ക്, മോളില് കൊപ്പര ഉണക്കാൻ വെച്ചു അല്ലേ? ഓക്കെ, ഇതിന് 5-6 ദിവസം കഴിഞ്ഞാൽ കൊപ്പരയാവും അല്ലേ? അപ്പം നമുക്ക് ഓയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം കൊപ്പരയുടെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കൊപ്പര കേട്ടാം. അപ്പോൾ 2 ദിവസം ഉണങ്ങി കൊപ്പര എടുക്കാൻ പോവാണ്. കൊപ്പര എടുക്കാൻ പോകും അല്ലേ? കൊപ്പര എടുക്കാൻ പോവാണ്. ഒരാൾ കൊപ്പര എടുക്കുക, ഒരാൾ കൊപ്പര എടുത്തിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയാൽ വേഗം ഉണങ്ങി വരും അല്ലേ? നല്ല പണി. എന്നിട്ട് മഴ പെയ്താലോ എന്ന് വെച്ചിട്ടല്ലേ വേഗം കട്ട് ചെയ്യണത്. പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ. ഓക്കെ, കുറേയൊക്കെ ചെത്തിയിട്ടുണ്ട്. ഇത് 4 ദിവസം ഉണങ്ങിയല്ലേ? പിന്നെ ഇത് കൊപ്പര ആട്ടാൻ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചൂടാക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. കത്തി കാട്ടുക, അതില്ല ഞാൻ കുറച്ചെടുക്കാം. ഇന്ന് കൊപ്പര കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ കൊപ്രയായി, വെളിച്ചെണ്ണയായി, ക്യാനിലായി.